ഞാൻ മീശ എന്നുള്ള സിനിമയുടെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പം പടം കണ്ടോ? അതെ. എപ്പോ? അതിന്റെ പ്രൊമോഷണൽ ടീം ആ സിനിമയുടെ ഞാൻ സിനിമ കണ്ടിരുന്നു. അതിന്റെ ഒരു ഫെസ്റ്റിവൽ കട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഷൈൻ്റെ ഡയലോഗുകൾക്ക് വ്യക്തതയില്ല എന്നുള്ളൊരു ആരോപണം നിലനിൽക്കെ ഈ ഡയലോഗിന്റെ തുടക്കം തൊട്ടപ്പോൾ ഞാൻ വിചാരിച്ചോ അപ്പോൾ വ്യക്തത ഉണ്ടാവില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് സെറ്റാവുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ ജീപ്പിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഡയലോഗുകളുണ്ട്, ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഡയലോഗുകളുണ്ട്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ ഈ ഇഷ്കിൻ്റെ ചെറിയൊരു പരിച്ഛേദമുണ്ട് ആ റോളിനും. ഞാൻ നോക്കുമ്പോൾ നല്ല വ്യക്തതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന അതാണ്, ആദ്യം മുതലേ വ്യക്തത. അതെ, ആദ്യം തൊട്ടേ വ്യക്തതയുണ്ട്. പടം എങ്ങനെയുണ്ട്? അതിൽ സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, മീശ വെച്ച ആണുങ്ങൾ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അത് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് റോ പോലത്തെ, വളരെയധികം റോ ആണ്. കുറച്ചും കൂടി സമൂഹത്തിൽ ഈ സത്യങ്ങൾ മറയില്ലാതെ പറയുന്നതിന്റെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഷൈൻ്റെ മികച്ചൊരു പെർഫോമൻസ് ആണ്. ഷൈനി അന്ന് ആദ്യമായി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു വരിയുണ്ട്. ഏത്? മനീഷ് നാരായണന്റെ ദ ക്യൂവിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് എന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് എൻ്റെ സ്വയം നിയന്ത്രണം കിട്ടിയൊരവസ്ഥയുണ്ട് എന്നുള്ളത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഷൈൻ്റെ കോൺഷ്യസ്നെസ്സിൽ ഷൈൻ്റെ കൈകളിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതിനെങ്ങനെ വിവരിക്കുക? കോൺഫിഡൻസ് അങ്ങനെ നമുക്ക് എൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ചുറ്റും പ്രലോഭനങ്ങൾ ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നുണ്ട്. അതായത് ടെംപ്റ്റേഷൻസ്, അത് വളരെയധികം കൂടുതലാണ്. അത് ഇപ്പൊ ഉണ്ടാവുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ കുറച്ച് വീടിനോട് അകന്ന് പോകും തോറും അത് കൂടുതലായിട്ട് വരും. നമ്മൾ എത്ര എതിർക്കുന്നു അത്രയും ശക്തമായിട്ട് തിരിച്ചു വരും. അപ്പൊ അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള ടെൻഷൻസ് ഉണ്ട്. എന്നാലും കാണപ്പെടാത്ത സ്ഥലത്തിരുന്ന് ആരെങ്കിലും ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട്. കയ്യിലെ ബോള് എക്സസൈസിന്റെ ഭാഗമാണോ? എങ്ങനെ പോകുന്നു ഇപ്പൊ ചികിത്സയൊക്കെ? ചികിത്സ ഇത് സ്റ്റിച്ച് അഴിച്ചു, ഫിസിയോ ഉണ്ട്. അപ്പൊ കുറച്ചു കാലം ഇങ്ങനെ വെച്ച് ഇപ്പൊ ഹീലിംഗ് ടൈം ആയതുകൊണ്ട് സ്ലിങ്ങിൽ തന്നെ ഇടണം. അപ്പൊ ഡെയിലി ഇത് നിവർത്താനും മടക്കാനും ഉള്ള എക്സസൈസാണ്. അതിന്റെ ഇടയിൽ ഈ വിരല് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാനും ഇങ്ങനെ സ്റ്റക്കായി പോവാതിരിക്കാൻ അങ്ങനാണ് ഈ ബോള് തന്നിട്ടുള്ളത്. അപ്പൊ ബോൾ കൊണ്ടുള്ള പഴയ റിഫ്ലക്ഷൻസും ഒക്കെ റിഫ്ലക്സ് തിരിച്ചു വരാനുള്ള പരിപാടികളും. കാരണം 21-ാം തീയതി ഷൂട്ട് തുടങ്ങും. അപ്പോ അതിന് ബാംഗ്ലൂരിൽ ഷൂട്ട്. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ലല്ലോ. നമുക്ക് കൈക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് തോന്നാൻ പാടില്ല. അതിന് സമയം എടുക്കും, വെയിറ്റ് ഒക്കെ എടുക്കാൻ. പക്ഷെ നോർമലി ഇരിക്കുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഇരിക്കണം ഈ കൈ. അപ്പൊ 18-ാം തീയതി ഡോക്ടർ കണ്ടിട്ട് സ്ലിങ് കഴിക്കും, 19-ാം തീയതി പോവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ബോളും ഈ ആക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്യണത്. സാധാരണ ഈ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നായക നടന്മാർ അവരവരെ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ല അവസ്ഥയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പ്രൊമോഷന് മുന്നിൽ കാണിക്കാനേ നോക്കുകയുള്ളൂ. ഒരു ചെറിയ തലവേദന വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു പനി വന്നാൽ പോലും റെസ്റ്റ് ചെയ്തിട്ട് പല പ്രൊമോഷനും അവർ വരികയുള്ളൂ. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും നല്ല മൂഡാണല്ലോ ഓഡിയൻസ് കാണേണ്ടത്. ഷൈൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഇടവേളകളിലും ഈ വിത്ത് ഈ അസിസ്റ്റൻസ് അദ്ദേഹം വരുന്നു, ഒരു സിനിമയുടെ പ്രൊമോഷനോട് കാണിക്കുന്ന മനോഭാവം, അതിനൊരു സംവിധായകൻ എന്നുള്ള രീതിയിലാക്കിയാൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഷൈൻ എല്ലാ സിനിമകളോടും പൊതുവെ അങ്ങനെയാണ്. ഞാൻ സംവിധായകൻ എന്നുള്ള രീതിയിലല്ല, ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഷൈൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഒരു സിനിമ ചെയ്ത് അഭിനയിച്ചു പോകുക എന്നുള്ളതല്ല, അതിനെ മാക്സിമം അതിൻ്റെ ഔട്ട് ആളുകളിലേക്ക് എത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു മനോഭാവം പുള്ളിക്ക് എപ്പോഴും ഉണ്ട്. അതിപ്പോൾ പുള്ളി ഇപ്പോൾ അപകടം പറ്റിയപ്പോഴല്ല, മുൻപ് പല അപകടങ്ങൾ പറ്റിയപ്പോഴും പുള്ളി ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. തല്ലുമാരുടെ സമയത്ത്, ഫ്രാക്ചർ വന്ന സമയത്തും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്കതിൽ പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു മ്യൂസിക്കൽ വീഡിയോ അതിൽ ഫീച്ചർ ചെയ്യുന്ന ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് മൈക്കിൾ ജാക്സന്റെ വീഡിയോ ഒക്കെ കണ്ട സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ വിചാരിച്ചത് മൈക്കിൾ ജാക്സൺ ഒരു ഡാൻസറാണെന്നാ. ഓക്കെ. അപ്പൊ ഇയാള് പിന്നെ ഞാൻ വിചാരിച്ചു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്ന് ചെറുപ്പത്തില്. പിന്നെയാണ് മനസ്സിലായത് ഇയാൾ പാട്ടുകാരനാണെന്ന്. പിന്നീട് കൂടുതൽ അറിഞ്ഞപ്പോ ഇയാളാണ് ഇയാളുടെ ഷോസ് ഡിസൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ആ ഒരു ഷോ തന്നെ ഒരു ഡിസൈനഡ് സാധനമാണ്. അത് പുള്ളിയുടെ ഐഡിയ ആണ്. ഈ പാട്ടുപാടി ഡാൻസ് ചെയ്ത് പാട്ട് പാടുക എന്ന് പറയുന്നത്. അന്ന് വരെ എനിക്ക് തോന്നുന്നു പാട്ട് ഒന്നെങ്കിൽ പാടുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഈ ഗ്രാവിറ്റിക്ക് എതിരെയുള്ള മൂവ്മെന്റുകളും അതിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഓരോ ഡയലോഗ്സും ഇതൊക്കെ എന്തൊക്കെ ഒരു മൂവിയിൽ ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റും, പല
ഇമോഷൻസ് അതൊക്കെ പുള്ളി ഒരു പാട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അതുകൊണ്ടാണ് മൂവി പോലെ എനിക്ക് പലപ്പോഴും തോന്നിയത്. ഈ ബീറ്റിട്ടൊക്കെ കാണുമ്പോൾ എനിക്കത് മൂവിയിലത്തെ ഒരു ഭാഗമായിട്ടാണ് പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത്. ഏതോ ഒരു മൂവിയിലത്തെ പാട്ട്, അതായത് മൈക്കിൾ ജാക്സൺ ആണെന്നൊക്കെ അറിയുന്നതിന് മുന്നേ. ഇന്നും എന്നോട് ചോദിച്ചാൽ മൈക്കിൾ ജാക്സന്റെ പാട്ടിനേക്കാൾ അതിന്റെ ഡാൻസിന്റെ ആരാധകനാണ് ഞാൻ. അപ്പോ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ മുകളില് ഒരു മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ മ്യൂസിക് വീഡിയോ ചെയ്യുന്നതിലല്ലോ കാര്യം, പാടുന്ന ഒരാളെ ഫീച്ചർ ചെയ്യുന്നതിലാണുള്ള കാര്യം. അപ്പൊ ഞാൻ അഖിലിനോട് ചോദിച്ചു, ഞാൻ തന്നെ പാടണോ? അപ്പൊ അഖില് കേൾക്കാത്ത പോലെ 1-2 തവണ അത് വിട്ടു. അത് ഡബ്സി പാടിക്കോളും. പിന്നെ അത് ഡബ്സിനെ കിട്ടാതെ ഞാൻ പറഞ്ഞു, ഞാൻ പാടണോ? അപ്പോഴും ഒന്നും കേൾക്കാത്ത പോലെ വിട്ടു. അവസാനം പറഞ്ഞു, ഇമ്പിച്ച് പാടുന്നു. ഇമ്പിച്ച് അതാരാ? നമ്മൾ പോലും അറിയാത്ത പുതിയ ഒരുപാട് ഗായകര്, മ്യൂസീഷ്യൻസ് വന്നു. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഹനുമാനെ കൊണ്ട് പാടിപ്പിക്കുന്ന. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെയാണ് ഹനുമാൻ ഞാൻ പറഞ്ഞു, ഹനുമാൻ കണ്ടിന് വലിയ റീച്ച് ഒന്നും ഇല്ല ഇവിടെ. അതിലും നല്ലത് സിനിമാക്കാരെന്നെ പാടി അഭിനയിക്കുന്നതല്ലേ. ഇപ്പൊ ഒരു ഇതിൽ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ തന്നെ ഒരെണ്ണത്തിൽ പാടി, ഞാൻ തന്നെ പ്രൊഡ്യൂസ്. അത് ഡാഡിയുടെ അടുത്ത് അനിയൻ ചോദിച്ചു. ചാക്കോസ് എന്റർടൈൻമെന്റ് ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പം മേമയുടെ മോൻ ജിൽജോ, അവൻ ഇവിടെ നിന്ന് ചേതനയിൽ തന്നെ സിനിമോഗ്രാഫി കഴിഞ്ഞത്. അപ്പോൾ അവൻ ജോഗുണിനെ അനിയനെ വെച്ചിട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഡാഡിനോട് വെച്ചു പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഡാഡി പറഞ്ഞു, ഇനി പ്രൊഡക്ഷനും കുഴപ്പമൊന്നുമില്ല. അല്ല ഡാഡി, എന്താണ് ആകെ 1 ലക്ഷം വരല്ലോ, എന്നാ ഷൈനെ കൊണ്ട് പാടിക്കോ. അപ്പൊ അവര് പാടിക്കാം, എന്നാ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു ഡാഡി. ഡാഡി വെറുതെ ഒഴിവാക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പക്ഷെ ഇപ്പൊ ഡാഡി മരിച്ചതിന് ശേഷം മിഞ്ഞാന്നായിരുന്നു അതിന്റെ റെക്കോർഡിങ്. അപ്പൊ മാക്സിമം എന്നെ ഒഴിവാക്കാവുന്ന രീതിയിലുള്ള പാട്ടുകളാണ് അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാൻ സാധാരണ പാടാറുള്ളത് നമ്മള് സിനിമയിലുള്ള പാട്ടുകളല്ലേ, ഇത് ഒരു തരത്തിലും പാടിയിട്ട് റെഡിയാവുന്നില്ല. അപ്പൊ ഞാൻ കുറച്ചു നേരം ഞാൻ പറഞ്ഞു, ഞാൻ പാടിയത് തന്നെ മുഴുവൻ ഉപയോഗിക്കണമെന്നില്ല, 1-2 ലൈനൊക്കെ ഉപയോഗിച്ചാൽ മതി, ഡാഡിക്ക് പ്രശ്നമൊന്നും പറ്റില്ല. ഡാഡി പറഞ്ഞത് കൊണ്ട് അവര് അല്ല പാടിപ്പിക്കണം എന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല ഈ സരിഗമ പദനിസ കറക്റ്റ് ആയിട്ട് വരാനേ. നമ്മള് വായി തോന്നിയത് താളബോധം ഉണ്ടല്ലോ ഷൈനിന്, അതില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ. പക്ഷെ ആ താളബോധം പോരാ ഒരു പാട്ടുകാരനാവാൻ. നമ്മള് ഈ ഒരു പ്ലേബാക്ക് സിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് ആ പിച്ചും അല്ലെങ്കിൽ ആ പോസും താളൊക്കെ വരണം. നമ്മുടെ ഇഷ്ടത്തിനല്ല അത് വായി കോതക്കി പാട്ട് എന്ന് പറയുന്ന പോലത്തെ പാട്ടാവുള്ളൂ. പിന്നെ അവര് പ്രൊഡ്യൂസർ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. കുറെ നേരം എടുത്ത് ട്രൈ ചെയ്യാതെ അവര് പറഞ്ഞു, നമുക്ക് ഇനി അടുത്ത ചാൻസ് അടുത്ത ലൈൻ നോക്കാം. ഭാഗ്യം കൊണ്ട് അടുത്ത ലൈൻസ് അങ്ങനത്തെ ഒരു പാട്ട് പോലത്തെ ഒരു സാധനം ആയിരുന്നില്ല. ഇങ്ങനെ ഒരു പറച്ചില് പോലത്തെ. മാക്സിമം എന്റെ ഇതിന് അവര് മാക്സിമം ഫ്ലെക്സിബിൾ ആയി. പിന്നെ അവര് ഇറങ്ങിപ്പോടാന്ന് പറയണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ പറഞ്ഞു, ഇനി നിങ്ങൾ കുറച്ച് പാട്. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ചായ കുടിക്കാൻ പോയി.